ഈ ശ്രീജിത്ത് പണിക്കർക്കില്ലാത്ത ഇമ്മ്യൂണിറ്റി ദയവേത് ശ്രീ ജയശങ്കറിന് കൊടുക്കരുത്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് എടുത്തൊരു സമീപനമുണ്ട്, അത് ശരിയായ സമീപനം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും. അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്ത് പണിക്കരോട് നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയും. ഈ നിലയ്ക്കാണെങ്കിൽ ശ്രീ ജയശങ്കർ സ്വാഭാവികമായും വലതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്. ശക്തമായ നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകൻ എന്നെങ്കിലും പറയാം. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ശ്രീ ജി വി ഹരി ഒരു കാര്യം പറയുമ്പോൾ ഇദ്ദേഹം CPI-യുടെ ഭാഗമായി ആ ധാരയോടൊപ്പം ചേർന്ന് പോകുന്ന ആളാണെന്നും അവരുടെ ഒരു സംഘടനാ പ്രതിനിധിയാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഘടകകക്ഷിയാണ്. അത് അല്ല, ഞാനത് ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരിടത്തൊരു CPI-ക്കാരനെ ചോദിക്കാൻ കഴിയുന്ന കാര്യം പറഞ്ഞു. അതെ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാൾ പറയുന്ന അഭിപ്രായമല്ലേ പറയേണ്ടത്? നിങ്ങൾ അദ്ദേഹത്തെ CPI-യുടെ പ്രതിനിധിയായിട്ടാണോ വിളിച്ചത്? നിങ്ങൾ CPI-യുടെ പ്രതിനിധിയായിട്ട് വിളിക്കൂ, എനിക്ക് വിരോധമില്ല. വരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടിരുത്തുകയും അദ്ദേഹത്തിന്റെ നാവിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ജനങ്ങളതിൽ വിശ്വസിക്കും. കാരണം സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വിശ്വാസത കൂട്ടിക്കൊടുക്കരുത്, അത് ശരിയല്ല. PT തോമസിന്റെ കള്ളപ്പണ വിവാദം തൊണ്ടി സഹിതം പിടിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിരുന്നു ഓടിയതിരുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഓർഡർ തമ്മാവ ആളറിയാമെന്ന് ജയശങ്കർ ആദ്യം എഴുതിയാണ്. അല്ല, എന്നെ ഒരു സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ PT തോമസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും സത്യസന്ധനായ ഒരു MLA ആണ്. അദ്ദേഹം ഓടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. റഹീമിനെ പോലുള്ളവർ എത്ര ആവർത്തിച്ചാലും ആ കള്ളം സത്യമാവുകയില്ല. അദ്ദേഹം സത്യവിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എനിക്കിത് പറയുന്നതിന് മുമ്പ് ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞത്. PT തോമസ് അല്ല, അദ്ദേഹത്തിന്റെ നേരെ കൈ ചൂണ്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, PT തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്. അത് പറയാനായിട്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ളത്. അത് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. ഞാൻ വലതുപക്ഷ നിരീക്ഷകനോ സാമ്രാജ്യത്വ നിരീക്ഷകനോ ഫാസിസ്റ്റ് നിരീക്ഷകനോ ആയിക്കോട്ടെ, PT തോമസ് അല്ല. അദ്ദേഹത്തിനെതിരെ കല്ലെറിയുന്നവരാണ് തെറ്റുകാർ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് ഞാൻ ആരെയും പേടിക്കട്ടെ. ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എൻ്റെ അധികാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലല്ല, അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് വിജയരാഘവൻ പറയുമ്പോഴും അത് ഉണ്ട് എന്ന് പറയുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? KM മാണി അഴിമതിക്കാരനാണെന്ന് അന്നും ഇന്നും പറയുന്ന ആളാണ് ഞാൻ. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇന്ത്യൻ ഭരണഘടന അവിടെ ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയല്ല, ഇന്ത്യൻ ഭരണഘടന.